യാത്രകൾ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നതൊന്നുമല്ല അല്ലേ? അപ്പോൾ ഈ ഒരു യാത്ര അത്ര സന്തോഷം തരുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെവി ഹാർട്ടായിട്ട് പോകുന്ന ഒരു യാത്രയൊന്നുമല്ല കേട്ടോ. 12 വർഷങ്ങൾക്ക് ശേഷം ജിദ്ദ വിട്ട് തിരിച്ച് എൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന, നാട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയാണത്. തിരിച്ചു വരാം എപ്പോൾ വേണമെങ്കിലും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഒരുപാട് കൊല്ലം നമ്മളുടേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കുറേ ഓർമ്മകളൊക്കെ നമുക്ക് സമ്മാനിച്ച നല്ലതും ചീത്തതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സ്ഥലം പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്നൊന്നുമല്ല നമ്മളെടുത്ത ചിലതൊക്കെ അങ്ങനെയാണല്ലേ. ചിലത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ചിലത് നമ്മുടെ ചോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു നെസസിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ടിൽ ഒരു രീതിയിൽ തന്നെ ഇതൊരു ചോയ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഭയങ്കര ഹെവി ഹാർട്ടൊന്നും ആയിട്ടല്ലെങ്കിലും ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടല്ലേ. നമ്മളിനി വേറൊരു ലിവിങ് ബിഹൈൻഡ് സംതിങ് വിച്ച് വാസ് വെരി ക്ലോസ് ടു എ ഹാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നാലും അതൊക്കെ നമ്മളവിടെ ചിലതങ്ങനെയാണ്, നമ്മളവിടെ അങ്ങനെ ഇട്ട് അടുത്ത ഒരു പുതിയൊരു തുടക്കം പോലെ നമ്മൾ വീണ്ടും ഇനി തുടങ്ങും അല്ലേ. ഈ യാത്ര അവസാനിക്കുന്നത് അവിടെയാണ്, ഒരു പുതിയ തുടക്കത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പുലർച്ചെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ നമുക്കിങ്ങനെ കേൾക്കാം ഇടയ്ക്ക്. അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവുമോ എന്നൊക്കെയുള്ള ചെറിയ ആശങ്കയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ജിദ്ദ വിട്ടത്. ഒരിച്ചിരി സങ്കടം അതിലുണ്ടെങ്കിൽ പോലും, കാരണം ഒരു പുതിയ തുടക്കം അതെപ്പോഴും നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ. ഈ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ആകാശം കാണാൻ നല്ല രസമാണ് അല്ലേ. നമുക്ക് തോന്നും ആകാശത്തോടി ഇങ്ങനെ പറന്ന് നടക്കണം. ആ ഒരു എത്ര നിസ്സാരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ തീരെ കനം കുറഞ്ഞ കുറേ പഞ്ഞിക്കെട്ടുകളെന്നൊക്കെ തോന്നും. അതിന് നമ്മൾ കയ്യെത്തുന്ന ദൂരത്ത് നമുക്ക് അല്ലേ ഒരു വിൻഡോൻ്റെ അപ്പുറം നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണത്. പക്ഷേ ഈ കാണുന്ന പലതും ചിലപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നതും അതിൻ്റെ പിന്നിൽ എത്ര ഹെവിനെസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ലൗഡ്സും അങ്ങനെ തന്നെയാണല്ലേ. ടൺ കണക്കിന് ഭാരമാണ് ശരിക്കും ആ ക്ലൗഡ്സിലൊക്കെ ഉള്ളത്. നമുക്കത് കാണുമ്പോൾ വെറും ചെറിയ ചെറിയ അല്ലെങ്കിൽ പഞ്ഞിക്കട്ടകൾ പോലെ ഖനമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെയല്ല, അതിൽ ഒരുപാട് എത്രയോ ടൺ കണക്കിന് വെള്ളമൊക്കെ ഉണ്ട് അല്ലേ. അത് ഒളിപ്പിച്ചിട്ടാണ് അത് നടക്കുന്നത്. ആ ഹെവിനെസ് ഒളിപ്പിച്ചിട്ടാണ് ആ ഒരു ക്ലൗഡ്സൊക്കെ ആകാശത്ത് പാറി നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജീവിതം. കുറേയൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഈസിനെസ് ഒന്നുമല്ല ലൈഫിനുള്ളത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹെവിനെസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷെ അത് വിചാരിച്ചിട്ട് ഭയങ്കര ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ സങ്കടത്തിൽ കൂടിയൊന്നുമില്ല കേട്ടോ കടന്നു പോകുന്നത്. നമ്മളെന്തും പോസിറ്റീവായിട്ട് തന്നെ കാണണം അല്ലേ. ഓരോ തുടക്കങ്ങളും അത് നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസാണെന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് തരുന്ന ചാൻസസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മൾ എങ്ങനെ നമ്മൾ അതിനെ ഏത് പെർസ്പെക്റ്റീവിൽ കാണുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലൊക്കെ ഇരിക്കും നമ്മുടെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും അല്ലേ. അപ്പോൾ ഈ ക്ലൗഡ്സൊക്കെ കണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഉണ്ട് പച്ച കളറിൽ കാണുന്ന ഒരു പരവതാനി പോലെ ഇങ്ങനെ വിരിച്ചിട്ടുള്ള ആ ഒരു കാഴ്ച, അത് അതിമനോഹരം തന്നെയാണല്ലേ. നമുക്ക് തിരിച്ച് എവിടെ പോയാലും ഒരു പക്ഷേ നമുക്ക് നാടിനോടുള്ള ഇഷ്ടവും നമ്മളുടെ ഇഷ്ടപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലം ഒക്കെ ആയതുകൊണ്ടായിരിക്കാം അതിന് ഇത്ര ഭംഗി കൂടുതൽ. ആ ഒരു പച്ച കളറിന് ഒരുപാട് തെങ്ങുകളും മരങ്ങളും ഒക്കെ തിങ്ങി നിന്ന ആ കൊച്ചു കേരളം കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ലേ. അങ്ങനെ അവിടെ എത്തി, നാട്ടിലെത്തി. നാട്ടിൽ നല്ല ചൂട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് ഗൾഫിലത്തേനും കാട്ടും ചൂടുള്ള പോലെയൊക്കെ തോന്നി.
ഗൾഫിൽ ഒരു പക്ഷേ നമ്മൾ ജിദ്ദയിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ എവിടെയാണെങ്കിലും നമ്മൾ കാർ ടു കാർപ്പറ്റ് എന്നുള്ള ആ ഒരു രീതിയാണ് ചൂട് കാലത്തൊക്കെ. പിന്നെ ഒരിക്കലും ഭയങ്കര ചൂടത്തൊന്നും നിൽക്കേണ്ട അവസരങ്ങൾ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്നാലും ഇവിടെ ഹ്യൂമിഡിറ്റിയൊക്കെ കൂടുതലാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല നാട് എന്ന് പറയുന്നത് അല്ലേ, എല്ലാവർക്കും അറിയാം. ക്ലൈമറ്റിക് കണ്ടീഷൻസൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ആ ചൂടത്ത് ഈ കാണുന്ന മാവും മാങ്ങയും അതൊക്കെ ഒരു ബോണസാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല മാങ്ങയുടെ ജ്യൂസ്, പിന്നെ മാങ്ങാക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഇപ്പോൾ മാങ്ങേൻ്റെ കറി, മാങ്ങേൻ്റെ അച്ചാർ, മാങ്ങ ജ്യൂസ്, വിവിധ തരം മാങ്ങകൾ കേട്ടോ, പല നിറം, നല്ല രസമുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ചെമ്പരത്തി പൂവും ഒക്കെ കാണാൻ നല്ല ഭംഗി തന്നെ. എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട്. അത് ഇഷ്ടക്കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം, നമുക്ക് പ്രിയപ്പെട്ടത് കൊണ്ടതും കൂടിയായിരിക്കാം ഇത്രയും ഭംഗി എല്ലാത്തിനും. അങ്ങനെ നാട്ടിലൊക്കെ എത്തി. നാട്ടിൽ ചൂടൊഴിച്ച് ബാക്കിയൊക്കെ പീസ്ഫുൾ തന്നെയാണ്. പിന്നെ നമുക്ക് വേറൊരു ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പീസുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയുള്ള ഇത്തരം യാത്രകളൊക്കെ, സ്കൂട്ടറിലുള്ള യാത്ര, ഓട്ടോറിക്ഷയിലുള്ള യാത്ര, അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ്. ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ കൊച്ചു യാത്രകളും നമുക്കിഷ്ടപ്പെട്ടവരെയൊക്കെ കാണുക, അതൊക്കെ ഒരു രസമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ആസ്വദിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെ നാട്ടിൽ സെറ്റിൽഡായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഓൾമോസ്റ്റ്. പിന്നെ സ്കൂളിൻ്റെ കാര്യങ്ങൾ, കുട്ടികളെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി. അതുകൊണ്ടൊക്കെയാണ്. വീട് റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഭയങ്കര നോയ്സാണ് ഇവിടെ. കുറേ വണ്ടികളിങ്ങനെ പോകുമ്പോൾ ഭയങ്കര നോയ്സാണ്. പക്ഷേ എത്രത്തോളം എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത് ക്ലാരിറ്റിയോട് കുറിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും ഞാൻ എന്തായാലും വീണ്ടും വരും. അപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കൂട്ടുകൂടാൻ മറക്കരുത്. ഒരു ലൈക്കും ഷെയറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇത്തരം വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വ്ളോഗിൽ കാണാം.